ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ എല്ലാവരും റോഡ് ഷോയ്ക്കും സ്വീകരണത്തിനും വേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അതിന് മുന്നേയായിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ പറന്ന് നടക്കുന്നൊരു പോസ്റ്റ് ഉണ്ട്. അതായത് എവിടെ നോക്കിയാലും എങ്ങനെ ഷാനവാസ് ഇക്ക എന്ന് പറയുന്ന വ്യക്തിയെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് മൊത്തം ആൾക്കാരും. അപ്പോൾ വന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: 18 ലക്ഷം രൂപ വരുന്ന മാരുതി വിക്ടോറിയസ് കാർ ഫ്രീ ആയി സ്വന്തമാക്കി അനുമോൾ. അന്ന് നിന്നെ കൂട്ടാതെ അവർ ഈ ഗെയിം കളിച്ചു, ഇന്ന് ആ കാർ നീ സ്വന്തമാക്കി. അതായത് അനുമോൾ കപ്പ് കിട്ടിയതിലോ അല്ലെങ്കിൽ അനുമോൾക്ക് കാർ കിട്ടിയതിലോ അല്ലെങ്കിൽ അനുമോൾക്ക് ഇത്രയും ലക്ഷം രൂപ കിട്ടിയതിലോ ഒന്നും നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് കിട്ടാത്തതിന് നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു എന്ന് മാത്രം, അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ വരുന്ന കൊമൻറ്റ്സ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ എത്രയോ വേദന അനു സഹിച്ചു, ഇപ്പോൾ അവൾ ഹാപ്പിയാണ്. ഷാനവാസിനെയും അനീഷിനെയും ആരെങ്കിലും കാണുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ? അതാണ് കർമ്മ. അവളെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ ഗോഡ് അവളെ ചേർത്ത് നിർത്തി. ഞാൻ അതെല്ലാം ആലോചിക്കുന്നത്, എന്തിനും ഏതിനും ഈ വഴി കൂടെ പോകുന്ന എന്ത് വന്നാലും എല്ലാം അത് ഷാനവാസിക ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് യൂട്യൂബിൽ ഫുള്ള് ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യുന്നത്. ഈ ഒരു കാറിൻ്റെ വിഷയം നമ്മൾ ലൈവൊക്കെ കണ്ടതാണ്. അനുമോളെ ജഡ്ജാക്കിയതും ഒക്കെ നമ്മൾ ആ സാഹചര്യങ്ങൾ ഫുള്ള് നമ്മൾ കണ്ടതാണ്. അതിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷാനവാസിക്കയുടെ നെഞ്ചത്തോട് ഇത് വെക്കുന്നതെന്ന് അറിയത്തില്ല. ഷാനവാസിക്ക അന്ന് ഒരു ക്യാപ്റ്റനോ ഒന്നും ആയിരുന്നില്ല. ഇത് ഒനീലിൻ്റെ തീരുമാനമായിരുന്നു. ഒനീലാണ് മെയിൻലി ഇത് തീരുമാനിച്ചത്. ഒനീലിൻ്റെ ഗ്രൂപ്പിലേക്ക് അനുമോൾ വരുന്നത് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാണ് ഒനീൽ ഈ ഒരു എന്താ പറയുക, ഒരു ജഡ്ജ് എന്ന രീതിയിൽ അനുമോളിനെ കണക്കാക്കിയത്. അപ്പം ലൈവ് കണ്ടിരുന്നു. കാർ ഗെയിം വന്നപ്പോൾ അനുവിനെ ഷാനവാസ് മാറ്റി നിർത്തി. അനീഷ് ജഡ്ജ് ആവാം എന്ന് പറഞ്ഞു. അനീഷിനെ ഷോ വിളിച്ച് ചെവിയിൽ എന്തോ പറഞ്ഞു. എന്നിട്ട് അനു ഒറ്റയ്ക്കായിരുന്നു. ഒടുവിൽ ഒനീലിൻ്റെ ടീം ടാസ്ക് ജയിച്ചു. ഷൊണ്ണയുടെ ടീം ഷാനവാസിൻ്റെ പിടിപ്പിടിപ്പ് കാരണം എന്തോ പുറത്തായിരുന്നു. ഇങ്ങനെയാണ് സംഭവം. മെയിൻലി എല്ലാ കമൻസും ഇതുപോലാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു പോസ്റ്റിനിടയിലെ കമൻസാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. കുറേ ഈ പോസ്റ്റിന് വേറെ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇപ്പം ഇറങ്ങിയേക്കുന്നൊരു സംഭവമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഒരു വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റാണിത്. അതായത് എല്ലാവരും അവളെ മാറ്റി നിർത്തുകയും അപ്പോൾ അവൾക്ക് ആ കാറിൻ്റെ ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അവൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവരെല്ലാം മാറ്റി നിർത്തി. ഷാനവാസിക്കിനെ എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കമൻസൊക്കെയാണ് ആൾക്കെതിരെ ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അതിന് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷാനവാസിനെയോ അനീഷിനെയോ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതായത് ഇന്നിട്ട കമൻറ്റാണത്. ഓക്കെ, യെസ്റ്റർഡേ ഒക്കെ ഈ ആദരവിൻ്റെ കാര്യമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷാനവാസിക്ക വളരെ എന്താ പറയുക ലിമിറ്റാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഒട്ടും ആക്റ്റീവ് അല്ല എന്നുള്ളത് സത്യമായിട്ടൊരു കാര്യമാണ്. അത് കുറച്ചുകൂടെ ആക്റ്റീവാണ് എങ്കിൽ നല്ലതായിരുന്നു. ചിലപ്പോൾ ആളുടെ ബിസിയോ കാരണങ്ങളോ കൊണ്ടാവാം ആക്റ്റീവ് ആവാത്തത്. എന്നാലും അനീഷേട്ടൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും ആക്റ്റീവാണ്. ഈവൻ ഏഷ്യാനെറ്റിൻ്റെ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞ ഒരു സീരിയലിൻ്റെ പ്രൊമോയ്ക്ക് പോലും അനീഷേട്ടനെയാണ് വിളിച്ചത്, അനുമോളെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പ്രതിഷേധമാണ് നടന്നിരുന്നത്. കാരണം അനുമോളുടെ ഫാൻസ് ഭയങ്കരമായിരുന്നു. എന്തുകൊണ്ട് ഏഷ്യാനെറ്റുകാർ അനുമോളിനെ വിളിച്ചില്ല, അനീഷിനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് അനീഷ് ചേട്ടൻ എന്ന് പറയുന്ന ആൾ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഭയങ്കരമായിട്ടും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. ഷാനവാസിക്കാരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഷാനവാസിക്ക് ആക്റ്റീവ് വളരെ കുറവാണ്. പക്ഷേ ഷാനവാസിക്ക് ആക്റ്റീവ് ആവണം എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലത്തെ പോസ്റ്റുകൾക്ക് മറുപടിയായിട്ട് നമുക്ക് എന്താ പറയുക, ഷാനവാസിക്ക് ആക്റ്റീവ് ആണെങ്കിൽ കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതൊന്നും ഷാനവാസിക്കെ ബാധിക്കത്തില്ല. പക്ഷേ എനിക്ക് ഈ കമൻസ് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതായത് എവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ഉടനെ ഷാനവാസ്. കാരണം ഷാനവാസ് മാത്രമാണ്, ഷാനവാസാണ് ഇതിനെല്ലാം കാരണം, വേറെ ഒന്നും കണ്ടല്ല. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആകപ്പാടെ എന്താ പറയുക, നമ്മളിപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന ആകപ്പാടെ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഷാനവാസ്, അനീഷ് ആൻഡ് അനുമോളാണ്. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒതുങ്ങിപ്പോയതുപോലെയാണ്. പിന്നെ RJ ബിൻസി ഒരു 50, 200, 250 ഇൻ്റർവ്യൂ കൊടുത്തതല്ലാതെ വേറെ രീതിയിൽ, അതായത് ഷാനവാസ്, അനീഷ്, അനുമോൾ എന്ന രീതിയിൽ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറയുന്ന അറിയപ്പെടണമെങ്കിൽ ഷാനവാസിൻ്റെ പേര് എന്തായാലും കാണും. അപ്പോൾ അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷാനവാസിനെ ഒന്ന് അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ഇവർ പോസ്റ്റ് ഇടുന്നത്. ഓക്കെ, അതിൻ്റെ അടിയിൽ ഷാനവാസിക്കിനെ എനിക്ക് സന്തോഷമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഷാനവാസിക്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ അതിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഓടുന്ന കമൻറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഓടുന്ന പോസ്റ്റാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക.
അതേപോലെ തന്നെ ഈ നെഗറ്റീവ് കമൻസ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ, അതായത് ഈ ഒരു സംഭവം കാണുമ്പോൾ, അതായത് ആ ഒരു പോസ്റ്റിൽ ഷാനവാസാണ് മെയിൻലി ഇത് ചെയ്തതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കമൻസ് വന്നപ്പോഴത്തേക്കും ഫുൾ ഷാനവാസിക്ക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഈ ഒരു കോംബോ, അതായത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫേക്കാണെന്ന് ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴും അവരുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുശുമ്പുള്ളത് കൊണ്ടാവണം വീണ്ടും അവർ പറയുന്നുണ്ട് ഷാനവാസിന് അനീഷോടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റിയൽ അല്ല, അവർ വെറുതെ കിടന്ന് കളിക്കുകയാണ്. അതിപ്പം പുറത്ത് നിങ്ങളിപ്പോൾ അവർ വെറുതെ കിടന്ന് കളിച്ചാലും മാർക്കൊന്നും വരാനുമില്ല. പക്ഷേ എനിക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, അവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം എത്രത്തോളം സ്നേഹമാണ് ഷാനവാസിക്ക് അനീഷിനോടും അനീഷേട്ടന് ഷാനവാസിക്കോടുള്ള എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം. യെസ്റ്റർഡേ ആ ഒരു ആദരവിൻ്റെ ഇടയ്ക്ക് ഉള്ള ചോദ്യത്തിനും ഷാനവാസിക്കോട് ചോദിച്ചത് അനീഷേട്ടനെ വിളിക്കാറുണ്ട്, എന്താണ്, എപ്പോഴും വിളിക്കും, ഒരു ദിവസം 5-6 വട്ടമെങ്കിലും വിളിക്കും എന്നാണ് പറഞ്ഞത്. അവനെ പോകണം, കാണാൻ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഒന്നിച്ച് വരുമ്പോൾ എനിക്കൊന്ന് കാണാൻ പോകണം, അവൻ്റെ വീട്ടിൽ എന്തായാലും കാണാൻ പോകണം, കോഴിനൂരിൽ വീട്ടിലെ കാണാൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പറയുന്നവർ പറയട്ടെ, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് റിയൽ അല്ല എന്ന് പറയുന്നവർ പറയട്ടെ, ഒരു കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ പോസ്റ്റിനിടയിൽ വന്ന കമൻസ് എനിക്ക് ഒട്ടും താല്പര്യപ്പെട്ടില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്തത്. എനിവേ, സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. 4 മണിക്ക് റോഡ് ഷോയുടെയും സ്വീകരണത്തിൻ്റെയും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാം. സ്റ്റേ ട്യൂൺ.